ചാമ്പയ്ക്ക ഉണ്ടായി പകുതി മുക്കാലും കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിൽ പോകാൻ കഴിയുന്നത്. പഴുത്തതും പഴുക്കാത്തതുമായി കുറച്ച് മാത്രം ബാക്കിയുണ്ടായി. ഇതിങ്ങനെ വീടിന് മുമ്പിൽ കാഴ്ച കിടക്കുന്നത് തന്നെ കാണാൻ എന്ത് രസമാണ്. രാവിലെ തന്നെ തെച്ചിപ്പൂവിലെ തേൻ കുടിക്കാൻ ഒരു പൂമ്പാറ്റയും വന്നെത്തി. എന്നെ കണ്ടതും വന്ന വേഗത്തിൽ തന്നെ തിരിച്ചുപോയി. ഈ പൂവ് കണ്ടിട്ടുണ്ടോ? ഇതിന് രാജമല്ലി എന്ന് പറയും. അധികം പഴുക്കാത്ത കുറച്ച് ചാമ്പങ്ങ മാത്രം വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഓരോന്നെടുത്ത് 4 കട്ട് ചെയ്തു. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചാമ്പയ്ക്ക, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഈ പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനെന്തായാലും ഇവിടെ കളയുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ചാമ്പയ്ക്ക കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചനിറം ചെറുതായി ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, അതും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയുണ്ട്, അത് ആവശ്യത്തിന് ചേർക്കുക. എല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.